ശേഷമാണ് ഒരു സിനിമയുടെ റിവ്യൂമായിട്ട് ഞാൻ എത്തുന്നത്. ഇന്നലെ ഒരു സിനിമ കണ്ടു, ഇടപ്പാൾ ശാരദ മൂവീസിൽ നിന്ന് സൂക്ഷ്മദർശിനി. ഇതിന്റെ മുമ്പ് 2 സിനിമകൾ കണ്ടു. പണി, ജോജു ജോർജിന്റെ പണി. ശരിക്കും ഡയറക്ടർ ജോഷിയൊക്കെ ആ ഒരു മേക്കിംഗ് ആയിരുന്നു. നല്ല അടിപൊളി. പണി അറിയാവുന്ന ആള് തന്നെയാണ് ജോജു ജോർജ്. പക്ഷെ പടം ഭയങ്കര വയലൻസായി. പിന്നെ അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ, അതും നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ ഇത് രണ്ടും റിലീസ് ചെയ്ത് കുറെ വൈകിട്ടാണ് കണ്ടത്. അതുകൊണ്ട് പിന്നെ റിവ്യൂ വീഡിയോ ചെയ്യുന്നതിൽ വലിയൊരു പ്രസക്തി തോന്നിയില്ല. ഇപ്പൊ ഇന്നലെ കണ്ട സൂക്ഷ്മദർശിനി തീർത്തും ഒരു നസ്രിയ ചിത്രമെന്ന് തന്നെ പറയാം. നമ്മുടെ അയലത്തെ പയ്യൻ ഇമേജുള്ള ബേസിൽ ജോസഫ് ചിത്രത്തിൽ ഉടനീളമുണ്ടെങ്കിലും ഇത് തീർത്തും ഒരു നസ്രിയ ചിത്രമാണ്. ചിത്രത്തിന്റെ പ്രൊമോഷൻ വീഡിയോസില് ബേസിൽ ജോസഫ് നസ്രിയൊക്കെ ക്യൂട്ട്നെസ് വാരി വെതറി കുറച്ചൊക്കെ വെറുപ്പിച്ച് നിൽക്കുമ്പോൾ, പക്ഷെ സിനിമ കണ്ടാൽ നമുക്ക് തീർത്തും നസ്രിയയുടെ കഥാപാത്രം നല്ല പക്വതയുള്ള ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. കിഷ്കിന്ധാകാന്ഡം പോലെയൊക്കെ തന്നെ. കിഷ്കിന്ധാകാന്ഡം പോലെ അത്ര സീരിയസ് ആയിട്ട് ഉള്ള ഒരു ജോണറിലല്ല സിനിമ. പക്ഷെ ത്രില്ലർ സ്വഭാവമുള്ള ക്ലൈമാക്സിലാണ് കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഡയറക്ടർ എം സിയുടെ 2ാമത്തെ സിനിമയാണ്. ഇരട്ട തിരക്കഥാകൃത്തുക്കൾ ലിബിൻ ആൻഡ് അതുൽ. വളരെ മനോഹരമായ സ്ക്രിപ്റ്റാണ്. ശരിക്ക് സംവിധായകന്റെയും തിരക്കഥാകൃത്തുക്കളുടെയും ഒരു കഴിവ് കുറഞ്ഞവരാണ് അവരെങ്കിൽ തീർത്തും ഒരു സീരിയൽ ടൈപ്പായി പോകാമായിരുന്ന ഒരു കഥയാണ്. ബേസിൽ ജോസഫിന്റെ ഒക്കെ നർമ്മം, പ്രധാനമായ അഭിനയ ശൈലിയൊക്കെ കൊണ്ട് വളരെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം സിദ്ധാർത്ഥ് ഭരതൻ, ഡാർക്ക് കോമഡിയാണ്, സീരിയസ് ആണ്. പക്ഷെ നമ്മുടെ നാടോടിക്കാറ്റിലൊക്കെ ക്യാപ്റ്റൻ രാജി ചെയ്ത പോലെ, പവനാഴി എന്നുള്ള കഥാപാത്രം പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിദ്ധാർത്ഥ് ഭരതൻ. ഒക്കെ നല്ല നമുക്ക് ചിരിപ്പിക്കാൻ വക നൽകുന്ന ഒരു പെർഫോമൻസ് ആണ്. പിന്നെ ഇപ്പൊ അടുത്തിടെ കുറെ ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് എങ്കിലും പടം നമുക്ക് ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ബോറടിയില്ല, ലാഗാവാതെ തന്നെ ക്ലൈമാക്സിലെത്തിയിരിക്കുന്നു. അപ്പൊ കൂടുതൽ നമ്മൾ അതിന്റെ കഥ പറഞ്ഞിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കഥ ഒരു ഇതായി മാറണ്ട. അപ്പോ ശരിക്കും നല്ലൊരു ചിത്രമാണ് സൂക്ഷ്മദർശിനി. ഒരു നായികാ പ്രാധാന്യമുള്ള ചിത്രം. ഒരു ഇടവേളയ്ക്ക് ശേഷം നസ്രിയ നസീം തകർത്തഭിനയിച്ച ചിത്രം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. അപ്പൊ ഇനി ഒരു സിനിമയുടെ റിവ്യൂവുമായിട്ട് എത്തുമ്പോഴേക്കും തൽക്കാലത്തേക്ക് വിടാം.